ചോദ്യം എന്താ? ആരെങ്കിലും ശൈത്താനോട് സഹായം തേടിയാൽ കുഴപ്പമില്ല, അനുവദനീയമാണ്, ജായിസാണ് എന്ന് പറഞ്ഞാൽ വിസ്ഡത്തിന്റെ അഭിപ്രായം എന്താണ്? ഇങ്ങനെയൊക്കെ ഒച്ചിട്ട് ചോദിക്കാൻ മാത്രം എന്താണ് സാലിഷ് മോൻ ഇതിലുള്ളത്? വളരെ പതുക്കെ ചോദിച്ചാൽ തന്നെ സമാധാനത്തിൽ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു തരാൻ ഇവിടെ മുജാഹിദ് കുട്ടികളുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഒന്ന് കുറക്കണമെന്നല്ല, പ്രഷർ കയറി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ട് കുട്ടിക്ക്. അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കോ, അതെനിക്ക് ഉപകാരപ്പെടും. അതിന് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. നീ ചോദിച്ച ചോദ്യം എന്താണ്? ജിന്നിനോട് സഹായം ചോദിക്കുന്നത് കുഴപ്പമില്ല, ജായിസാണ്, അനുവദനീയമാണെന്ന് ആരെങ്കിലും വാദിച്ചാൽ ഫിസ്റ്റത്തിന്റെ അഭിപ്രായം എന്താണെന്നല്ലേ? അതിന് കൃത്യമായ അഭിപ്രായം കുഴപ്പമുണ്ട്, നിഷിദ്ധമാണ്, ഹറാമാണ്. അത് കുഴപ്പമില്ല എന്നൊന്നും വിസ്റ്റം എവിടെയും പറഞ്ഞിട്ടില്ല. മനസ്സിലായല്ലോ? അപ്പോൾ കൃത്യമാണ്. ഇനി ഒന്നും കൂടെ ഞാൻ വിശദീകരിച്ചു തരാം. സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ട കാര്യത്തിനു വേണ്ടിയുള്ള പ്രതീക്ഷ, അപേക്ഷ, അർത്ഥന, തേട്ടം, ചോദ്യം, വിളി, അത് ഏത് സൃഷ്ടിയോട് ചോദിക്കലും, അത് ഇന്ന സൃഷ്ടി എന്നില്ല, ഏത് സൃഷ്ടിയോട് ചോദിച്ചാലും, അത് മനുഷ്യനാണെങ്കിലും ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും കല്ലാണെങ്കിലും മരമാണെങ്കിലും ഉള്ളാണെങ്കിലും അങ്ങനെ എന്തൊക്കെ സൃഷ്ടികൾ ഇവിടെ ദുനിയാവിലുണ്ടോ ആ ഏത് സൃഷ്ടിയോട് ചോദിച്ചാലും അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. വളരെ വ്യക്തമാണ്, വളരെ സിമ്പിളാണ്. ഈ ഒരു സിമ്പിളായ കാര്യത്തെ അങ്ങ് വളച്ചൊടിച്ച് ആകെ പിന്നെ വക്രീകരിച്ച ആളുകളെ കൺഫ്യൂഷൻ ആക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് വളരെ സിമ്പിളല്ലേ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനിലൂടെ മനുഷ്യർ ആവശ്യപ്പെടുന്ന തേടുന്ന അള്ളാഹുവെ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ എന്ന് പറഞ്ഞ ആ സഹായത്തേട്ടം അത് ഒരു സൃഷ്ടിയോടും തേടാൻ പാടില്ല. അതിൽ നിന്ന് ഒരു സൃഷ്ടിക്കും ഇസ്തിസ്നാ അള്ളാഹു നൽകിയിട്ടില്ല. അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായത്തേട്ട പ്രതീക്ഷയും സഹായത്തേട്ടവുമാണ്. അത് ഒരു സൃഷ്ടിയിലേക്കും തിരിക്കാൻ പാടില്ല. കാര്യം ക്ലിയർ ആയല്ലോ? അങ്ങനെ തിരിഞ്ഞാൽ ആ തേട്ടം ഏതൊരു സൃഷ്ടിയിലേക്ക് തിരിച്ചാലും അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. പിന്നെ മനുഷ്യർ പരസ്പരം നടത്തുന്ന സഹായത്തേട്ടം അത് കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായതല്ല. ഈ രണ്ട് സഹായ ചോദ്യവും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. അത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. രണ്ട് പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്ത സഹായ ചോദ്യമാണത്. ഒന്ന് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ള തേട്ടമാണ്, മറ്റേത് കാര്യകാരണ ബന്ധത്തിൻ്റെ അകത്തുള്ള ചോദ്യമാണ്. മനുഷ്യരോട് വകയിൽപ്പെട്ട കാര്യം മനുഷ്യരോട് തന്നെ അനുവദിച്ച വിഷയത്തിൽ മാത്രം ചോദിക്കാനേ അനുവാദമുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ അത് മനുഷ്യരുടെ കൈക്ക് സാധിപ്പിച്ച് കിട്ടേണ്ട കാര്യത്തിന് വേണ്ടി മനുഷ്യേതരരായ ഒരാളോട് ചോദിച്ചാൽ അള്ളാഹ് പങ്കു ചേർക്കലാണെന്ന് പറയാൻ പറ്റുമോ? അത് പറ്റൂല. ഈ വളരെ സിമ്പിളായ വിഷയമാണ്. അത് ഇത്ര പിന്നെ ഖനപ്പിച്ച് ഒച്ചട്ട് ചോദിച്ചുകൊണ്ട് ആരും ഉത്തരം പറയില്ല എന്നൊന്നും വിചാരിക്കണ്ട. ഇത് വളരെ സിമ്പിളാണ്. ഇത് പ്രകൃതി മതമാണ്. ഇത് ഏതൊരു കുട്ടിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ട് വളരെ ലളിതമായ തൗഹീദ് അത് കൃത്യമായി സൃഷ്ടാവിലേക്ക് ചേർത്തി പറയാൻ പറ്റാത്തൊരു കാര്യം അസൃഷ്ടാവിലേക്ക് ചേർത്തി പറയാൻ പാടില്ല. ഓക്കെ? സൃഷ്ടാവിന് മാത്രം യോജിക്കുന്ന ഒരു കാര്യം സൃഷ്ടിയിലേക്ക് ആരോപിക്കാനും പാടില്ല. ആ നിലക്ക് വിശ്വസിക്കാനോ പ്രവർത്തിക്കാനോ ചോദിക്കാനോ ഒന്നും പാടില്ല. ഇതാണ് ഞങ്ങൾ വിസ്ഡത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കിയത്. അതിന് ഞങ്ങൾ എങ്ങനെ തിരുത്തണം അത് നിങ്ങളോട് പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ കാര്യം ക്ലിയർ ആവും. ഈ ഒരു വിശ്വാസവും നിലപാടും ഞങ്ങൾ തിരുത്തി എങ്ങനെ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് തിരുത്തേണ്ടത് നിങ്ങൾ പറഞ്ഞു തന്നാലേ എന്നാൽ വിഷയം തീർന്നില്ലേ? അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ് വേണ്ടത്, നിങ്ങൾ തിരുത്തി തരി. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് ആലോചിക്കാം. ഇനി നിങ്ങൾ ബാക്കി പറയണത് നമ്മൊന്ന് കേൾക്കാം. ഇവിടെ മറുപടി പറയുമ്പോ ആളുകളുടെ ക്ലിപ്പിടാതെ ഇതിന് മറുപടി പറയും. അത് കലക്കി. ഈ സാലിഷ് ക്ലിപ്പ് ഇടാതെ മറുപടി പറയണമെന്ന് പ്രത്യേകം പറയാനുണ്ടായിരുന്ന കാരണം എന്തായിരിക്കും? അതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ ആ ലോജിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ്. കരയിലേക്ക് നോക്കിയപ്പോൾ ജിന്നു നിൽക്കുന്നു. അവൻ കണ്ടു. അതിനോട് ചോദിക്കുക ചെറുക്കാണ്, ചെറുപ്പമല്ല, ഹറാമല്ല, ജായിസാണ്. എന്താ സംശയം? അപ്പൊ ഇതാണ് ആ ലോജിക്ക്. ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായില്ലേ എന്താ നമ്മളെ സാലിഷ് പറയുന്നത്?
പുഴയിൽ മുങ്ങിച്ചാകുന്ന നേരത്ത് കരയിലേക്ക് നോക്കിയപ്പോൾ കരയിൽ ഒരു ജിന്ന് നിൽക്കുന്നത് കണ്ടു. കേട്ടതല്ല കേട്ടോ, കണ്ടതാണ്. അങ്ങനെ ആ ജിന്നിനോട്, ആ ശൈത്താനോട് എന്ത് ചോദിക്കാം? ജിന്നേ എന്നെ രക്ഷിക്കണേ എന്ന് തേടിയാൽ എന്തല്ല, ജായിസാണ്, ഷിർക്കുമല്ല, ഹറാമുമല്ല, ജായിസാണ് എന്ന് ആരാ പറയുന്നത്? നമ്മളെ സാലിഷ്. അപ്പോൾ സ്വാഭാവികമായും ശൈത്താനോട്, കരയിലുള്ള ശൈത്താനോട് ചോദിച്ചാൽ എന്തല്ല, ജായിസാണെന്ന് പറഞ്ഞ ഏക വ്യക്തി ആരാ? സാലിഷാണ്. അപ്പോൾ സ്വാഭാവികമായും ക്ലിപ്പിടാതെ മറുപടി പറയണം എന്ന് സാലിഷ് പറയുന്നതിൻ്റെ ലോജിക്ക് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി സഹോദരന്മാരെ, കരയിൽ നിൽക്കുന്ന ജിന്നിനെ കാണും. എന്താണ് സാലിഷ് പറയുന്നത്? കണ്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ ഹുക്മെന്താ? അത് സാലിഷ് വേറെ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തൽക്കാലം സാലിഷിനെ ആദരിച്ച് ബഹുമാനിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ കേൾപ്പിക്കുന്നില്ല. ഓക്കെ. ഇനി കണ്ടാൽ അനുവദനീയം, കേട്ടാലോ ശിർക്ക്. ഞാൻ ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല സഹോദരന്മാർ. എന്താണ് ഇവരുടെയൊക്കെ തൗഹീദിന്റെ കോലം? ഇതാണ് അള്ളാന്റെ ദീനിൽ ഇല്ലാത്തൊരു കാര്യം പുതുതായി ഉണ്ടാക്കി പറയുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുമ്പോൾ, അല്ലെങ്കിൽ വളച്ചൊടിക്കുമ്പോൾ, അല്ലെങ്കിൽ കോട്ടിമാട്ടുമ്പോൾ ഒക്കെ വരുന്ന അപകടം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. കൂടുതൽ വിശദീകരണം ഈ വിഷയത്തിന് അവന് മറുപടി പറയട്ടെ. അപ്പം ഞാൻ അതിന് കൃത്യമായി മറുപടി പറയാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.